വാട്ട് എ ക്യാമറ ഗൈസ്, ശ്രീ ഹിയർ. വിവോ X200 Pro എനിക്ക് ഇത്രയും നാൾ ഉപയോഗിച്ചതിനകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ഫോൺസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എൻ്റെ ക്യാമറ ലിറ്ററലി അമേസിങ് ആണ്. ക്യാമറ മാത്രമല്ല, അതിൻ്റെ ഡിസൈനും അത്യാവശ്യം അടിപൊളിയൊരു ഡിസൈനാണ്. അതിൻ്റെ അൺഡൗട്ടഡ്ലി വിവോ പ്രീമിയം ലുക്ക് തന്നെ, വലിയ ക്യാമറ ബാക്കും സ്ലീക്ക് ഡിസൈനും ക്ലാസി ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉപയോഗിച്ച് എനിക്ക് എന്താ പറയുക, ഒരു പ്രീമിയം സൂപ്പർ ഫിനിഷാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലുമിനിയം ഗ്ലാസ് കൺസ്ട്രക്ഷനാണ്. ഒരു അലുമിനിയം സാൻഡ്വിച്ച് കൺസ്ട്രക്ഷൻ എന്ന് തന്നെ വേണേൽ പറയാം. അതിനകത്ത് ഈ വട്ടം അവർ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് X200 കണക്ക് സ്കോട്ട് എക്സേഷ്യൻ ഗ്ലാസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അവർ ആമ ഗ്ലാസ് എന്ന് പറഞ്ഞ ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള ഗ്ലാസ് ആണ് പറയപ്പെടുന്നത്. എനിക്ക് പേഴ്സണലി ടെസ്റ്റ് ചെയ്യാൻ അത്ര ഫിനാൻഷ്യൽ കേപ്പബിലിറ്റീസ് ഒന്നും ഇല്ല. യൂട്യൂബിൽ ഞാൻ ടെസ്റ്റ് നോക്കിയപ്പോഴും കണ്ടില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം സൂപ്പർ ഗ്ലാസ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ 225 grams 6.78 inch ആയിട്ടുള്ള വലിയൊരു ഫോണാണ്. പക്ഷേ ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ട് ഇത്ര വലിയ ഡിസ്പ്ലേ ആയിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് ആ ഒരു ഭയങ്കര ഗൈഗാൻറ്റിക് ഫീലില്ലേ, ജൈജാൻറ്റിക് ഫീലൊന്നും തോന്നത്തില്ല. ഒരു S24 Ultra S23 Ultra ആണൊക്കെ ഒരു ഫീലൊന്നും ഇല്ല. കയ്യിൽ അത്യാവശ്യം ഒതുങ്ങുന്ന ഒരു ഹാൻഡ് ഫ്രണ്ട്ലി ഫോൺ എന്നൊക്കെ തന്നെ പറയാം. പക്ഷേ വലിയ ഫോൺ തന്നെ, അതിനൊരു ഡൗട്ടും ഇല്ല. ഡിസൈൻ എലമെൻറ്റ്സ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ എന്താ പറയണ, ആ പ്രീമിയംനെസ് അവർ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം ബെസൽസ് എല്ലാം ഭയങ്കര തിന്നാണ്, മിനിമൽ ബെസൽസാണ്. ആ തിൻ ബെസൽസ് ആകുമ്പോൾ തന്നെ അവർ ഭയങ്കര ഒരു കിടില ഫിനിഷ് വരും. ആ ഡിസ്പ്ലേ ഇങ്ങനെ എറിച്ച് നിൽക്കും. അവർ 4 സൈഡും ചെറുതായിട്ട് കർവ് ചെയ്ത് ക്വാഡ് കർവ് ഡിസ്പ്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ ടെക്നോളജിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സൂപ്പർ ഭയങ്കര പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിച്ചാൽ എന്താ പറയുക, ഫുള്ളി പവർ പാക്ഡ് ഡിസ്പ്ലേ, LTPO 4500 nits, മറ്റേ PWM, മറ്റേ ഭയങ്കര ഡിമ്മാവുന്ന ഡിസ്പ്ലേ. അതുപോലെ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ P3 വൈറ്റ് കളർ ഗാംബിറ്റ് ഉണ്ട്, HDR10+ ഉണ്ട്, 1 billion+ കളേഴ്സൊക്കെ ഉള്ള ഭയങ്കര അടിപൊളി എക്സ്ട്രാordinary ഡിസ്പ്ലേ തന്നെയാണ്. ടോപ്പ് ഓഫ് ദി ലൈൻ. ഏത് സ്പെക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന, ഏത് കമ്പനിയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ഭയങ്കര കളേഴ്സ് അടിച്ചെറിപ്പിക്കുന്ന കളേഴ്സൊന്നുമില്ല. പണ്ട് എനിക്ക് വിവോയിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ ഒരു എവിടെയൊക്കെ ഒരു ബ്ലൂയിഷ് ടിൻ്റ് തോന്നിയിട്ടുണ്ട് ത്രൂ ഔട്ട് ദ UI എലമെൻറ്റ്സ്. പക്ഷേ അങ്ങനത്തെ ഒരു ഫീലും ഇല്ല. ഇത് പക്ക നൈസായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര എറിക്കാതെ ഒരു സൂപ്പർ ഡിസ്പ്ലേയിൽ സിനിമ കാണാനും ഗെയിം കളിക്കാനും മൾട്ടിമീഡിയ ഒക്കെ എക്സ്പീരിയൻസ് എലിവേറ്റ് ചെയ്യണ സ്പീക്കേഴ്സ്, വെരി ലൗഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഭയങ്കര ലൗഡാട്ടോ, അത്യാവശ്യം നല്ല ലൗഡാണ്. പക്ഷേ ഭയങ്കര പഞ്ചി ക്ലിയർ ആണെന്ന് വെച്ചാൽ നമ്മൾ ഐഫോൺ ലെവൽ അത്രയും ക്ലാരിറ്റി ഒന്നും ഇല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ഇറ്ററേഷൻ്റെ അത്രയും. അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ വൈബ്രേഷൻ മോട്ടർ, ഡോണ്ട് ഗെറ്റ് മീ റോങ്, നല്ല വൈബ്രേഷൻ മോട്ടറാണ്. നിങ്ങൾക്ക് ആ പ്രിസൈസ് ഹാപ്റ്റിക് ക്ലിക്ക് കിട്ടുന്നു. പക്ഷേ ലേറ്റസ്റ്റ് സാംസങ്ങിൻ്റെ ഒന്നും അത്ര പറയത്തില്ല, പക്ഷേ ലേറ്റസ്റ്റ് ഐഫോണിൻ്റെ അത്രയൊന്നും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് വൈബ്രേഷൻ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല. വൈബ്രേഷൻസും സ്പീക്കേഴ്സും അത്യാവശ്യം നല്ലതാണ്, പക്ഷേ നോട്ട് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഈ പ്രൈസിൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല, അടിപൊളി തന്നെയാണ്. ബട്ടൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലിക്കി ബട്ടൺസ് ആണ്, ക്ലാസിക് വിവോ ക്ലിക്കി ബട്ടൺസ്. ഇനി സുഹൃത്തുക്കളെ, നമുക്ക് പെർഫോമൻസിനെയും ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം. ബാറ്ററി ലൈഫ് ഞാൻ വണ്ടർ അടിച്ചു കേട്ടോ. എൻ്റെ വിവോ X200 റിവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞതിൻ്റെ കണക്ക് തന്നെ ഇപ്പോൾ ഇന്നോവേഷനൊക്കെ നടത്തുന്നത് വിവോയുടെ ബാറ്ററി ടെക്ക് ഇത്രയും സ്ലിം ആയിട്ടുള്ള, അത്യാവശ്യം നല്ല സ്ലിം ആട്ടോ, കയ്യിലൊക്കെ പിടിക്കാനൊക്കെ ഒതുങ്ങിയ ഫോണിൽ തന്നെ 6000 mAh ബാറ്ററി. അവരെന്തോ കാർബണും സിലിക്കണും കൂടെ ഒക്കെ എന്തോ ഇൻഫ്യൂസ് ഒക്കെ ചെയ്തൊക്കെ ഉള്ള പരിപാടി. എനിക്കൊന്നും വായിച്ചിട്ടൊന്നും മനസ്സിലില്ല, അതുകൊണ്ട് ഞാൻ പറയാത്ത. സിംപ്ലി പറഞ്ഞാൽ ഒരു 2-day ഫോൺ ഫോർ സ്മോൾ ടു മിനിമൽ യൂസേജ്. പിന്നെ ഒരു കാര്യം ഗായ്സ്, നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാനാണ് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇയർ വാറണ്ടി കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഓൾമോസ്റ്റ് 10,000-8,000 രൂപ അടുപ്പിച്ച് കാർഡ് ഓഫേഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതെല്ലാം അവൈൽ ചെയ്ത് തരുന്ന ABC മൊബൈൽസ് പട്ടം. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് എന്തുവാണെങ്കിലും ചെയ്യാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നും പറഞ്ഞാൽ ABC മൊബൈൽസ് പട്ടത്തു നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസറീസും കാര്യങ്ങളൊക്കെ മച്ചാൻ തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ്വർത്തിയാണ്. എനിക്ക് കാശൊന്നും കിട്ടുന്നില്ല, പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ബാറ്ററി ലൈഫിനെ കുറിച്ചൊരു സമ്മറി പറയാൻ പറഞ്ഞാൽ 2-day ബാറ്ററി ലൈഫ് എന്നൊക്കെ വേണം പറയാം. ഒരു സ്മോൾ ലൈറ്റ് യൂസർ. എന്നെ സംബന്ധിച്ച് ചെറിയ സോഷ്യൽ മീഡിയ പരിപാടി, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഗെയിമൊന്നും അങ്ങനെ കളിക്കത്തില്ല. അത്യാവശ്യം ഫോട്ടോസും ക്യാമറാസും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് എന്താ പറയുക, ലൈറ്റ് യൂസേജിന് 2 days കിട്ടും. അത്യാവശ്യം കിടിലം ബാറ്ററി ലൈഫാണ്. ഐ ആം വെരി ഇംപ്രസ്ഡ്, വെരി 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 ഇംപ്രസ്ഡ്. ഹെവി യൂസേഴ്സ് ആണെങ്കിലും എന്താ പറയുക, പവർ യൂസേഴ്സ് ആണെങ്കിലും നിങ്ങൾക്കും എനിക്ക് തോന്നുന്നൊരു 1 day ഒക്കെ കിട്ടുമെന്ന്. കാരണം ഇതൊരു 6.5 to 7 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നൊരു ഫോണാണ്. വെരി 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 ഗുഡ്. ആ ബാറ്ററി ലൈഫിനെ എയ്ഡ് ചെയ്യുന്ന പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സുഹൃത്തുക്കളെ. സൂപ്പർ പെർഫോമൻസ്. ഡിമെൻസിറ്റി 9400 3nm ചിപ്സെറ്റ്, ഇമ്മോർട്ടാലിസിൻ്റെ G925 എന്ന് പറയുന്നൊരു GPU ഉപയോഗിച്ചിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല GPU തന്നെയാണ്. ഓൾ അറൗണ്ട് പെർഫോമൻസിനെ കുറിച്ച് പറയാൻ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ടോപ്പ് ഓഫ് ദി ലൈൻ
സ്നാപ്ഡ്രാഗൺ എക്സ് എലീറ്റിൻ്റെ അത്രയൊന്നും CPU പെർഫോമൻസിൻ്റെ അത്രയും അടുത്ത് വരത്തില്ലെങ്കിലും അതുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ്. ഇതിന് അൺറേറ്റഡ് ആയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് GPU ആണ്. ഇമോർട്ടാലിസിൻ്റെ GPUs ഒക്കെ സൂപ്പറാണ്. എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് നല്ലതാണ്. നിങ്ങൾ ഗെയിമിംഗ് ആണെങ്കിലും ഹെവി യൂസർ ആണെങ്കിലും PUBG ആണെങ്കിലും മൾട്ടി ടാസ്കിങ് പരിപാടിയാണെങ്കിലും അതേപോലെ തന്നെ സാധാ സിമ്പിൾ ലൈറ്റ് യൂസേഴ്സൊക്കെ ആണെങ്കിലും നല്ല ബാറ്ററി ലൈഫ് ആൻഡ് നല്ല പെർഫോമൻസ്, വൺ ഓഫ് ദി ടോപ്പ് ടിയർ പെർഫോമൻസ് ആൻഡ് ടോപ്പ് ടിയർ ബാറ്ററി ലൈഫ് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. ഇനിയും ഞാനിത് ഹെവി യൂസേഴ്സിനും പവർ യൂസേഴ്സിനും അത്യാവശ്യം പറ്റും എന്ന് പറയുന്ന കാരണമുണ്ട്. ഞാൻ ഭയങ്കര ഗെയിമറൊന്നും അല്ല, ഞാൻ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് എല്ലാ ഫോണും ഭയങ്കര പൊട്ടൻഷ്യലി ചെക്ക് ചെയ്യണം. എൻ്റെ കാഷ്വൽ യൂസേജിന് ഫോണൊക്കെ ക്യാമറയൊക്കെ ഉപയോഗിച്ച് ചെറുതായിട്ട് FPS ഒക്കെ കളിക്കും. അതൊക്കെ ഞാൻ PUBG ഒന്നും ഭയങ്കര കോമ്പീറ്റൻ്റ് ആയിട്ട് കളിക്കത്തില്ലെങ്കിൽ സാധാരണ ഫോണൊക്കെ ചെറുതായിട്ട് ചൂടാകും. പക്ഷേ ഇവൻ ചൂടായിട്ടില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഇപ്പം മഴയും ഒക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ എൻ്റെ യൂസ് കേസിൽ ഇത് ഒട്ടും ചൂടാവാത്തൊരു ഫോൺ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഞാൻ വിവോയുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ടുണ്ട്. കൂളിംഗ് ചേമ്പറൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ പവർ യൂസേഴ്സ്, ഹെവി യൂസേഴ്സ്, കാഷ്വൽ യൂസേഴ്സ് എല്ലാവർക്കും ഇതൊരു നോ ബ്രെയിനർ ഡീൽ തന്നെയാണ്. പെർഫോമൻസ് ആൻഡ് ബാറ്ററി സ്റ്റാൻഡ് ബൈൻ്റെ വലിയ ബിഗ് തംസ് അപ്പ് ആൻഡ് വലിയ ബിഗ് ചെക്സ്. ഇനിയും എല്ലാവരും വന്നേക്കുന്നത് ഇതിൻ്റെ ക്യാമറേനെ കുറിച്ച് കേൾക്കാനല്ലേ. ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ക്യാമറേനെ കുറിച്ച് ഇച്ചിരി എനിക്ക് അധികം പറയാനുണ്ട്. കാരണം എല്ലാ റിവ്യൂസിലും പറഞ്ഞേക്കുന്ന ഫോട്ടോസ്. എനിക്ക് പക്ഷേ കൂടുതൽ ഇംപ്രസീവ് ആയിട്ട് തോന്നിയ വീഡിയോസ്, ഓൾമോസ്റ്റ് ഐഫോൺ ലെവൽ ഓഫ് വീഡിയോസ് അതിലെത്തിയിട്ടുണ്ട്. എന്താ പറയുക, സൂപ്പർ വീഡിയോസ്. ആ ലെൻസ് സ്വിച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ ഐഫോണിൻ്റെ അത്ര എത്തിയിട്ടുണ്ട്. സാംസങ്ങിനെയൊക്കെ കാട്ടിയും ബെറ്റർ വീഡിയോസ് അറ്റ് ദിസ് പോയിന്റ് എനിക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. സൂപ്പർ വീഡിയോസിനകത്ത് കളേഴ്സും ആക്യുറസിയും കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഒക്കെ എന്താ പറയുക അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ HDR-ഉം സൂപ്പറായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ 10x വീഡിയോ എടുത്താൽ ശരിക്കും നമുക്കൊരു വല്ലാത്തൊരു ഫീൽ തന്നെ. അത്യാവശ്യം ഒട്ടും ക്ലാരിറ്റി ഡ്രോപ്പ് ആവാതെ തന്നെ ആ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ റിയലി ഗുഡ് വീഡിയോ ക്യാമറയിൽ ഇച്ചിരി കൂടെ എലിവേറ്റ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം കളർ ഗ്രേഡിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 10-bit ലോഗിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 10-bit ലോഗിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഒരു 8-bit ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അത് പ്രോ ലെവൽ ഫീച്ചേഴ്സ്. അത് ലോഗിനകത്ത് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്ത് പഠിക്കാനും അത്യാവശ്യം നല്ല ഫിലിം മേക്കിംഗ് സ്റ്റഫിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്യാമറ തന്നെയാണ്. സോ ഇറ്റ്സ് ഗുഡ് ടു ഹാവ്. ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചി, ക്ലിക്കി, വിവോൻ്റെ ഈ ഒട്ടത്തെ ക്യാമറ സിസ്റ്റത്തിനെ ഇങ്ങനെ സമ്മറൈസ് ചെയ്യാറുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ സിസ്റ്റം. കളേഴ്സും കാലിബ്രേഷൻ മാത്രമല്ല, ഈസ് ഓഫ് യൂസിനെ കുറിച്ച് പറയാനുണ്ട് എനിക്ക് അതിനകത്ത്. എന്ത് ക്യാമറ ആപ്ലിക്കേഷൻ നോ നോൺസെൻസ് ആണ്. ഒരുപാട് വലിയ പരിപാടിയൊന്നുമില്ല. ഈ ക്യാമറ ടച്ച് ബാറും ഈ അങ്ങനത്തെ സ്ലൈഡേഴ്സും കാര്യങ്ങളൊന്നുമില്ല. എടുക്കുക, സിമ്പിളായിട്ട് ഉപയോഗിക്കുക. നമുക്ക് ആർക്കും 5 മിനിറ്റ് കൊണ്ട് എല്ലാം പഠിക്കാൻ പറ്റുന്നൊരു ക്യാമറ സിസ്റ്റം തന്നെ. ആൻഡ് ഫോട്ടോസ് നിങ്ങൾ ഫ്രെയിമിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ലെറ്റ് ഇറ്റ് എനി സെനേരിയോ, ലൈറ്റിങ് എങ്ങനെയാണെങ്കിലും അതിൻ്റെ എക്സ്പോഷർ കോമ്പൻസേഷനും അതിൻ്റെ പ്രോസസ്സിങ്ങും വെച്ച് അത്യാവശ്യം നല്ലൊരു ഫോട്ടോസ് തരും. എനിക്ക് ഇതിനകത്ത് ക്യാമറാസിനെ കുറിച്ച് നിക് പിക്ക് ചെയ്ത് പറയണമെങ്കിൽ ഒറ്റ കുറ്റമാണ് ഞാൻ കണ്ടുപിടിച്ചത്. അത് തന്നെ എനിക്ക് X200 ഇതിനകത്ത് പറയുള്ളൂ. അതിനകത്ത് എനിക്ക് നിങ്ങൾ ആ വീഡിയോയിൽ ഇച്ചിരി കൂടെ ഞാൻ ഫേസ് സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മയുടെ. അതേ ഒരു പ്രശ്നം തന്നെ എനിക്ക് ഇതിനകത്തും തോന്നി. അത് പോയി കണ്ടു വെക്കുക. വീഡിയോയിനകത്ത് ഫേസിൽ നമ്മുടെ സ്കിൻ ടോൺ കോൺട്രാസ്റ്റ് ഇച്ചിരി ഡ്രമാറ്റിക് ആകുന്നു. അതൊരു സോഷ്യൽ മീഡിയ റെഡി പോസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു സംഭവം കൂടെ ഇച്ചിരി ആപ്പിൾ ലൈക്ക് ആയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ക്യാമറ സിസ്റ്റമാണ്. അപ്പോൾ അതും പോർട്രേറ്റ്സിന് മാത്രം, നോർമൽ ഫോട്ടോസിനൊന്നും ആ ഒരു ഇഷ്യൂസ് ഇല്ല. HDR-ഉം ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ പ്രിസ്റ്റീൻ. പിന്നെ സൈസിൻ്റെ മറ്റേ T ലെൻസ് കോട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണ്. അത് ശരിക്കും വർക്കിംഗ് സാധനമാണ്. നമുക്ക് കാണാൻ പറ്റും ഓരോ സൺലൈറ്റ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും സൺലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ND-ൻ്റെ ഒക്കെ കണക്ക് ഫീൽ ചെയ്യുന്നു നമുക്ക് എന്തായാലും. സോ ക്യാമറാസ് ജസ്റ്റ് പ്രിസ്റ്റീൻ, നോ ബ്രെയിനർ. എനിക്ക് പറയാൻ പറ്റും സാംസങ്ങിൻ്റെ ക്യാമറ സിസ്റ്റത്തിനൊക്കെ ഇത് സുഖമായിട്ട് തോപ്പിക്കും. ഓൾമോസ്റ്റ് എനിക്ക് ഒരുപാട് കഴിഞ്ഞ വീഡിയോയിൽ കോമൻസ് വന്ന S24 അൾട്രയുടെ ക്യാമറയാണോ ഇതിൻ്റെ ക്യാമറയാണോ. ഓഫ് കോഴ്സ് എൻ്റെ പേഴ്സണൽ ടെസ്റ്റിങ്ങിൽ എനിക്ക് ഇത് ഇപ്പോൾ ഓൺ പാർ വിത്ത് ദാറ്റ് ഐഫോൺ ലെവൽ എത്തിയിട്ടുണ്ട് വിവോ. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ആ ചെറിയ പോർട്രേറ്റിനകത്തെ പ്രോസസ്സിങ്ങും ഒക്കെ മാറ്റിക്കളഞ്ഞാൽ സൂപ്പർബാവും. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മറ്റേ മിനിമലിസ്റ്റ് ഫീച്ചർ ഉണ്ട്. അതിനകത്ത് സൈസിൻ്റെ 2-3 ഓൺ ഫിൽറ്റേഴ്സും അവരുടെ ബ്ലറും ബോക്കയും കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ട് തന്നെ. അതും ഒരു നല്ല എഡിഷനാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2-3 ടെസ്റ്റ് സാമ്പിൾസ് ഒക്കെ ത്രൂ ഔട്ട് കാണിക്കാം. ക്യാമറാസ് ഹാൻഡ്സ് ഡൗൺ വൺ ഓഫ് ദി ബെസ്റ്റ്. ഉറപ്പായിട്ട് നിങ്ങൾ ക്യാമറാസിന് വേണ്ടി നോക്കിയിരിക്കുന്നൊരു ഫോണാണെങ്കിൽ ധൈര്യമായിട്ട് പോയി മേടിക്കാം. നിങ്ങൾ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആവത്തേ ഇല്ല, 100%. ഇനിയും എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയാം. ദാറ്റ് ഈസ് അബൌട്ട് സോഫ്റ്റ്വെയർ. കഴിഞ്ഞ വിവോയുടെ X200 റിവ്യൂവിൽ പറഞ്ഞതിൻ്റെ കണക്ക് തന്നെ എനിക്ക് പറയുള്ളൂ. ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഫൺ ടച്ച് OS. ആ ഒരു OS-ൻ്റെ വലിയൊരു ഫാൻ അല്ല ഞാൻ.
അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോബബ്ലി ഈ ചൈനീസ് ക്ലട്ടേഡ് എസ്തെറ്റിക് കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അതല്ലാതെ എനിക്ക് ഒരു കുറ്റവും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് 3 years OS അപ്ഡേറ്റ് പറയുന്നുള്ളൂ, ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കോമ്പറ്റീഷനൊക്കെ 7-10 years ഒക്കെ കൊടുക്കുമ്പം അതൊരു ചെറുതായിട്ട് ലാഗ് ബിഹൈൻഡ് ആവുന്നു. ഓൾമോസ്റ്റ് ഇത് നിങ്ങൾ ആലോചിക്കണം, ഒരു 85,000 രൂപ റേഞ്ചൊക്കെ വരുന്ന ഫോണാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പൈസ കൊടുക്കുമ്പോൾ അത് മുതലാക്കണ്ടേ എന്നെനിക്കൊരു ഡൗട്ട് തോന്നി. എന്തായാലും 4-5 വർഷമൊക്കെ ഈ ഫോൺ എടുത്ത് ഉപയോഗിക്കുന്നവരും കാണും. ജസ്റ്റ് സെയിങ്, സോഫ്റ്റ്വെയറിന് വലിയൊരു ഫാനല്ല, പക്ഷേ നിങ്ങൾക്കത് യൂസ്ഡ് ആവാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കത് വലിയ കുഴപ്പമില്ല തോന്നിയെങ്കിലും ഓക്കെ, ഇറ്റ്സ് ഗുഡ് ഫോർ യു. നല്ല സോഫ്റ്റ്വെയർ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്തായാലും എനിക്ക് സോഫ്റ്റ്വെയർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ സോഫ്റ്റ്വെയർ ഇച്ചിരി കൂടെ ഒരു എസ്തെറ്റിക്കലി ഇച്ചിരി കൂടെ ഒരു ഫണ്ണൊക്കെ ആക്കിയാലോ, ഇച്ചിരി കൂടെ ഒരു ഗൂഗിൾ പിക്സലിഷ് അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒക്കെ എന്തെങ്കിലും കോറിൻ്റെ വരുന്നാലും ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫോണായനെ. അത് മാത്രമാണ് എന്നെ അത് വാങ്ങിക്കാൻ ലാഗ് ബിഹൈൻഡ് ചെയ്യുന്നത്. അതർ ദാൻ ദാറ്റ്, അതൊരു പേഴ്സണൽ ഒപ്പീനിയൻ തന്നെ കേട്ടോ, അത് എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ. അതർ ദാൻ ദാറ്റ്, ദിസ് ഈസ് ദി ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ 1 lakh, ഹാൻഡ്സ് ഡൗൺ എനിക്കത് പറയാൻ പറ്റും. 1 ലക്ഷം രൂപയ്ക്കല്ല, നിങ്ങൾക്കിപ്പം എനിക്ക് തോന്നുന്നു കാർഡ് ഓഫേഴ്സും എല്ലാം കഴിഞ്ഞ് 85,000 രൂപയ്ക്ക് താഴെ കിട്ടും. ആ പ്രൈസിന് വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. ക്യാമറ മാത്രമല്ല, ഇത് അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടറുമാണ്. ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ബാറ്ററി ലൈഫ് ആണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസ് അണ്ടർ 85,000 ഫോർ ഷുവർ. ഉറപ്പായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മുമ്പും ഇത് കൺസിഡർ ചെയ്യുക. എഗെയിൻ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോണാണ് ശ്രീ ഹിയർ. സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒത്തും അമാന്തിക്കേണ്ട, പോയി വാങ്ങിക്കാം. ഇപ്പം കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ട് ലവ് യു.